സർക്കാർ കൂടി ഉയർത്തിക്കാട്ടിയാണ് മേയർ ഈ അപേക്ഷ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പ്രചരിക്കുന്നത്? ആദ്യമേ തന്നെ ഈ BJP ആളുകൾക്ക് നിയമങ്ങളും വകുപ്പുകളും അറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ്. ഒരൊറ്റ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അവധി കൊടുക്കുന്നത്? മുനിസിപ്പാലിറ്റി ആക്ട് വകുപ്പൊന്നും അവധി എന്നൊരു വകുപ്പില്ല. ദർ ഇസ് നത്തിങ് ലൈക്ക് ലീവ്. ഒരിടത്തും കോഡിഫൈ ചെയ്തിട്ടില്ല. ആകെ 91K പറയുന്നത് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഹെൽപ്പാണ്, ഒരു ഔദാര്യമാണ്. അത് ആരോഗ്യ പ്രശ്നങ്ങളാണ് കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്. അല്ലാതെ മുനിസിപ്പാലിറ്റി ആക്ടിൽ ഇവിടെ അവധി എന്ന് പറഞ്ഞൊരു സാങ്കത്യമില്ല. അപ്പം ഇല്ലാത്തൊരു സാധനത്തിന് മേലിൽ എങ്ങനെയാണ് വോട്ടിടാൻ പോകുന്നത്? അവധി എന്നുള്ള സാധനം ആക്ടിൽ ഇല്ലാത്തപ്പോൾ അവരെങ്ങനെയാണ് വോട്ടിടുന്നത്? അല്ല, ഒരാൾ അപേക്ഷ കൊടുക്കുന്നതിന് ഏത് വകുപ്പായാലും ഒരാളുടെ റൈറ്റ് ഇല്ലേ? ഇപ്പം ഞാൻ പറയാം, ജയിലിൽ കിടക്കുന്ന ആർക്കും അവകാശങ്ങളുണ്ട്. അപ്പം ഇവർ പറയുന്ന കേട്ടാൽ തോന്നുന്നു ആഭ്യന്തര ലീവ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലീവ് കൊടുക്കാനുള്ള അപേക്ഷ കൊടുക്കാം. അത് ആർക്കുള്ള റൈറ്റ് ഇല്ലേ? ജയിലിലുള്ള ആൾക്ക് റൈറ്റ് ഇല്ലേ? ആ ഒരു പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ അനുമതി കിട്ടിയത്. അത് ഇവർക്ക് നിയമങ്ങളുടെ നിയമവശങ്ങളില്ല. ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്, കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ന് ഈ വോട്ടെടുപ്പിനോട് കൂടി തന്നെ ഒരാൾക്ക് അവധി കൊടുത്തിരിക്കുന്നത്? ഇവർ പലതും പല നിയമമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി UDF കൗൺസിലറിനെ അദ്ദേഹം പ്രതിപക്ഷമായതുകൊണ്ട് ശബ്ദ വോട്ടോടു കൂടി അവർ പുറത്താക്കി. ഇതാണ് BJP ഭരിക്കുന്ന 2 മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അവിടെ UDF കൗൺസിലർ പ്രതിപക്ഷമായതിൽ വിഷയം എന്തോ ആവട്ടെ, അവിടെ ലീവ് ആപ്ലിക്കേഷൻ വന്നപ്പോൾ അവർ ശബ്ദ വോട്ടോടെ പുറത്താക്കി. ഇവിടെ ശബ്ദ വോട്ട് ആർപ്പാക്കി. ഇവരുടെ വീട്ടുകാരുടെ വകയല്ല ഭരണഘടന. BJP-ക്കാർക്ക് ഇപ്പൊ ഡൽഹിയിലേക്ക് സമരം കണ്ടല്ലോ, നിയമമുണ്ട് ഈ നാട്ടിൽ. അത് സുധീഷ് ചന്ദ്രനാണല്ലോ, UDF അല്ലല്ലോ. സുധീഷ് UDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. UDF വിമതനല്ലോ. സുധീഷ് BJP-യുടെ കൂടെ വോട്ട് ചെയ്തു. UDF ഭാഗമല്ലല്ലോ. നമ്മൾ 20 പേരും സുധീഷ് ഉണ്ട് ഇല്ലല്ലോ. അപ്പൊ ഇത് മേയറൊക്കെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇവിടെ ഈ പറഞ്ഞ സുഗതൻ എന്ന് പറഞ്ഞ കൗൺസിലറിന് അവധി കൊടുത്തിരിക്കുന്നത്? ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇല്ലാത്ത റൈറ്റ് ഉപയോഗിച്ച് അവധി കൊടുത്ത് നമ്മൾ നിയമത്തിന് പോകും. നമ്മൾ സെക്രട്ടറി എടുത്ത് പോകുന്നു, ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോകുന്നു. നിയമപ്രകാരം 3 കൗൺസിലർ ശ്രീ സുഗതൻ വന്നിട്ടില്ല, അദ്ദേഹത്തിന് അംഗത്വം റദ്ദാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെടുത്ത് സംസ്ഥാന സർക്കാരിനോടും സെക്രട്ടറിയോടും പോകാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയമമാണ്. അല്ലാതെ എണ്ണത്തിൻ്റെ അഹങ്കാരം കാണിച്ച് ഡൽഹി നടന്നുണ്ടല്ലോ. കൊച്ചുകുട്ടികളും UDF കോൺഗ്രസും ഒരുമിച്ച് നിന്നാണ് ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചത്. ഇതുപോലെ അഹങ്കാരം കാണിക്കാമെന്ന് ഇവിടെ BJP വിചാരിക്കേണ്ട. ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വ്യവസ്ഥകൾ അനുസരിച്ച് ഒത്തിരി ആൾക്കാർ വെല്ലുവിളിച്ചല്ലോ. എന്നെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യാറുണ്ടല്ലോ. ഇപ്പോഴും സുഗതൻ 6 മാസം കൂടെ കാപ്പ കേസ് കിടക്കാൻ പോവാണ്. കാലുകുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കിടക്കുകയാണ്. കാലുകുത്താതെ വിയ്യൂർ ജയിലിൽ കിടന്ന് കൗൺസിലിൽ പോകാനുള്ള അനുമതിയാണ് BJP-ക്കാർ വാങ്ങിച്ചിരിക്കുന്നത്. ഇല്ലാത്ത അധികാരം ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയുകയില്ല. ശക്തമായിട്ട് ഈ വിഷയത്തിൽ നിയമപരമായിട്ട് UDF മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട മേയറോട് നിങ്ങൾ ഇതിന് ശേഷം പോയി ചോദിച്ചാൽ മതി. അദ്ദേഹത്തിനാണെങ്കിൽ ഞാൻ എൻ്റെ ഐപാഡിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആക്ടിൻ്റെ ബുക്ക് തരാം. ഈ ആക്ടിൽ കാണിച്ചിട്ട് ഈ ആക്ടിൽ എവിടെയാണ് അവധിക്ക് വോട്ട് എന്നുള്ള സാങ്കത്യം ഉണ്ടെന്ന് പറയുന്നത്? നിയമമല്ലേ, മേയർ നിയമമല്ലേ പാലിക്കേണ്ടത്? ഒറ്റ ക്വസ്റ്റ്യനുള്ളൂ, ഈ നിയമത്തിൽ എവിടെയാണ്? പിന്നെ നിയമത്തിൽ എവിടെയാണ് ഇതുള്ളത്? ഇല്ലാത്ത നിയമമാണ്. ഇതാണ് നടക്കട്ടെ. വേറൊരു കാര്യമുള്ള തീരുവന്നില്ലേ കാര്യങ്ങളോട്ടെ. അതെ, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രതികരണമാണ് കണ്ടത്. അപ്പോൾ മേയർ എടുത്ത തീരുമാനം ചട്ടവിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. മുനിസിപ്പൽ ആക്ട് വയലേറ്റ് ചെയ്തു എന്ന് അത് ചലഞ്ച് ചെയ്യുകയാണ് ഇപ്പോൾ ശബരിനാഥൻ. നിലവിൽ NDAക്ക് 50 സംഖ്യയുണ്ട്, LDF-ന് 35, UDF-ന് 14, ഒരു സ്വതന്ത്രൻ. ആ സ്വതന്ത്രന്റെ പിന്തുണ ഇപ്പോൾ നേടിയിരിക്കുന്നു. പൗണ്ട് കടവ് വാർഡിലെ കൗൺസിലറായ സുധീഷിന്റെ പിന്തുണയോടുകൂടിയാണ് കൗൺസിൽ പാസ്സാക്കിയിരിക്കുന്നത്.